ഇന്ധനത്തിന് 2 രൂപ എക്സൈസ് തീരുവ കൂട്ടിയിട്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഒരു വലിയ പ്രസ്താവന നടത്തി. ജനങ്ങൾക്ക് കിട്ടുന്ന പെട്രോളിനും ഡീസലിനും വില കൂടില്ലെന്ന്. ശരിക്കും അതൊരു വൻ ചതിയായിരുന്നു. രാജ്യാന്തര എണ്ണവില 29.5% ഇടിഞ്ഞപ്പോൾ ജനത്തിനു കിട്ടേണ്ടിയിരുന്ന വിലക്കുറവാണ് ഇല്ലാതായത്. അതുകൂടി കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിലേക്കുള്ള നീക്കിയിരിപ്പായി മാറി. ഈ 2 രൂപ വീതമുള്ള എക്സൈസ് തീരുവ വർധനയിൽ അറിയാത്ത മറ്റൊരു വഞ്ചന കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തലേന്ന് നൽകിയ ഒരു ആനുകൂല്യമുണ്ടായിരുന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും തീരുവയിൽ 2 രൂപ വീതം കുറവ് നൽകിയതായിരുന്നു അത്. ലോക്സഭാ തിരഞ്ഞെടുപ്പും ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പുകളും കഴിഞ്ഞതോടെ ആ നികുതി പുനഃസ്ഥാപിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. 2024 മാർച്ച് മാസം 15 കുറച്ച നികുതിയാണ് 2024 ഏപ്രിൽ മാസം 8 മുതൽ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ചതിയിൽ തന്നെ വഞ്ചനയും കൂടി ചേർന്നത് പോലെ പാചകവാതക സിലിണ്ടറിനും കൂട്ടി 50 രൂപ വീതം. ഇപ്പോൾ എന്തിനാണ് ഈ വില വർധനയെന്ന് രാജ്യാന്തര വിലയറിയുന്ന ഒരാൾക്കും മനസ്സിലാകുന്നുമില്ല. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പെട്രോൾ നികുതി കൂട്ടി പൗരന്മാരെ പരിഹസിച്ചുവോ? 1 ലിറ്റർ പെട്രോളിൽ നിന്ന് കേന്ദ്ര സർക്കാരിനുള്ള വരുമാനം എന്താണെന്ന് ആദ്യം നോക്കാം. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അഥവാ അടിസ്ഥാന നികുതി 2.5%. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ $64.21 മാത്രമാണ്. ഇന്ത്യ 1/3 വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ഇതിലും താഴ്ന്ന വിലയ്ക്ക്. അത് വെളിപ്പെടുത്തിയിട്ടുമില്ല. $64 എന്ന കൂടിയ വില ശരാശരിയായി കൂട്ടിയാൽ 5440 രൂപയാണ് ഒരു വീപ്പയ്ക്ക് വരുന്നത്. അപ്പോൾ നികുതി 1 ലിറ്ററിന് 85 പൈസ വരും. ഇത് അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി ലിറ്ററിന് 5 രൂപ വരും. ബേസിക് എക്സൈസ് ഡ്യൂട്ടി ലിറ്ററിന് 2 രൂപ 60 പൈസ. സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ഇതുവരെ 11 രൂപയായിരുന്നു, അതിപ്പോൾ 13 രൂപയായിട്ടുണ്ട്. കാർഷിക അടിസ്ഥാന വികസന സെസ് 2 രൂപ 50 പൈസ. റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് 5 രൂപ. അങ്ങനെ 5 രൂപ 85 പൈസയുടെ കസ്റ്റംസ് ഡ്യൂട്ടിയും 23 രൂപ 10 പൈസയുടെ എക്സൈസ് ഡ്യൂട്ടിയുമാണ് കേന്ദ്രത്തിന് ഓരോ ലിറ്ററിലും കിട്ടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗം ഇന്ധന നികുതിയാണെന്ന് മനസ്സിലാക്കാൻ ഒരു വിവരം കൂടിയുണ്ട്. ഇന്ത്യൻ ബാസ്ക്കറ്റിലെ വില, അത് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ വിലയുടെ ശരാശരിയാണ്. ആ വില $93.54 നിൽക്കുമ്പോൾ നിശ്ചയിച്ചതാണ് ഇപ്പോഴത്തെ നിരക്ക്. ഇപ്പോൾ ഈ രാജ്യാന്തര വില $64 ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു വീപ്പയ്ക്ക് $30 കുറഞ്ഞു എന്നാണ് അർത്ഥം. $30 കുറഞ്ഞു എന്നാൽ 2500 രൂപയിലേറെ താഴ്ന്നു എന്നാണ്. ഓരോ ലിറ്ററിനും 16 രൂപയുടെ കുറവ് വരേണ്ട സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് പകരം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എക്സൈസ് തീരുവ 2 രൂപ കൂടി വർദ്ധിപ്പിക്കുകയാണ്. അതുവഴി കേന്ദ്ര സർക്കാരിന് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ 2023-24 സാമ്പത്തിക വർഷം കസ്റ്റംസ് എക്സൈസ് തീരുവകൾ വഴി കേന്ദ്ര സർക്കാരിന് കിട്ടിയത് 3.5 ലക്ഷം കോടി രൂപയാണ് എന്നുള്ളതാണ് ഉത്തരം. കൃത്യമായി പറഞ്ഞാൽ 3,50,086 കോടി 40 ലക്ഷം രൂപ. ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആദ്യത്തെ 9 മാസം മാത്രം 2.5 ലക്ഷം കോടി രൂപ ലഭിച്ചു കഴിഞ്ഞു. ഇവിടെ കഴിയുന്നില്ല വരുമാനം. മേഖലയിൽ നിന്നുള്ള ഡിവിഡൻഡും ആദായ നികുതിയുമായി 82,307 കോടി രൂപ കേന്ദ്രത്തിന് ലഭിച്ചു. രണ്ടും ചേരുമ്പോൾ കേന്ദ്ര ഖജനാവിലേക്കുള്ള വരുമാനം 4.25 ലക്ഷം കോടിക്ക് മുകളിലാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി 3,18,000 കോടി രൂപയും ലഭിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന ഖജനാവുകളിലേക്കായി പെട്രോളിയം വരുമാനം 7.5 ലക്ഷം കോടി രൂപയിൽ അധികമാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന 2014 സാമ്പത്തിക വർഷം ഇത് 3.25 ലക്ഷം കോടി രൂപ മാത്രമായിരുന്നു. ഈ സർക്കാർ വന്ന ശേഷം മാത്രം പെട്രോൾ ഡീസൽ നികുതിയിൽ അധികമായി പിരിച്ചുകൊണ്ടിരിക്കുന്നത് വർഷം 4 ലക്ഷം കോടിയിലേറെ രൂപയാണ്. രാജ്യത്ത് ഇതല്ലാതെ മറ്റ് പ്രധാന വരുമാന മാർഗങ്ങളൊന്നുമില്ല എന്നതാണ് സ്ഥിതി. പെട്രോളിനും ഡീസലിനും 16 രൂപയെങ്കിലും കുറയ്ക്കേണ്ട സാഹചര്യമുണ്ട്. അതിൽ 10 രൂപ വീതം കുറച്ചാൽ പോലും ദിവസക്കൂലിക്കാരന്റെ പോക്കറ്റിൽ ഒരു മാസം 1500 രൂപയെങ്കിലും ബാക്കി വരും. ആ തുക മതി കുട്ടികൾക്ക് നല്ല ട്യൂഷൻ കൊടുക്കാൻ.
കേന്ദ്രം നികുതി കുറച്ചാൽ സംസ്ഥാനങ്ങൾക്കുള്ള നികുതിയും കുറയും. കാരണം കേന്ദ്രം പിരിക്കുന്ന എക്സൈസ്, കസ്റ്റംസ് തീരുവകൾ കൂടി ചേർത്ത വിലയിലാണ് സംസ്ഥാനങ്ങൾ വാറ്റ് നിശ്ചയിക്കുന്നത്. കേന്ദ്രത്തിന്റെ എക്സൈസ് തീരുവ കൂടിയാൽ സംസ്ഥാനത്തിനുള്ള വരുമാനവും കൂടും. കേന്ദ്ര സർക്കാർ വായ്പ എടുക്കാൻ പോലും ഇങ്ങനെ കർശനമായ നിബന്ധനകൾ വയ്ക്കുന്ന സമയത്ത് സംസ്ഥാനങ്ങളോട് മാത്രം നികുതി കുറയ്ക്കാൻ പറഞ്ഞാൽ അത് പ്രായോഗികമാവില്ല എന്നൊരു പ്രതിസന്ധി കൂടിയുണ്ട്. 1 ലിറ്റർ പെട്രോളിന് 16 രൂപ കുറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിലെ വിൽപ്പന വില ഏതാണ്ട് 90 രൂപയുടെ പരിസരത്തേക്കെങ്കിലും എത്തുമായിരുന്നു. അത് സാധാരണക്കാരന്റെ പോക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത് അസാധാരണമായ മാറ്റമായിരിക്കും. ലിറ്ററിന് 16 രൂപ മിച്ചം വന്നാൽ അത് ബാങ്കിലിട്ട് പലിശ വാങ്ങുന്നവരല്ല ഈ ബൈക്കും ഓട്ടോറിക്ഷയും ഒക്കെ ഓടിച്ചു നടക്കുന്നവർ. ആ പണം മറ്റേതെങ്കിലും ഉൽപ്പന്നത്തിന്റെ വിൽപ്പനയിൽ പ്രതിഫലിക്കും. സർക്കാരിന് GST ആയി പെട്രോൾ നികുതിയിലെ നഷ്ടം അങ്ങനെ ലഭിക്കുകയും ചെയ്യും. കിട്ടാത്ത ഇളവുകളെക്കുറിച്ച് പകൽക്കിനാവുകൾ കാണാമെന്നല്ലാതെ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.